എനിക്ക് ആ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അരാക്ചിയോടാണ് പറയാനുള്ളത്. അബ്ബാസ് അരാക്ചി, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് നിർത്തിക്കൊടു. എന്തെങ്കിലും ഒരു കരാറിൽ നിങ്ങളൊന്ന് ഒപ്പിട്ടുകൊടു. ഒരു വൈസി എന്ന മനുഷ്യനാണ് ട്രംപ്. അയാൾ കിടന്ന് നിലവിളിക്കുക. എങ്ങനെങ്കിലും ഒരു കരാറിലെത്തി ഒരു സമാധാന കരാറുണ്ടാക്കി ഇതൊന്ന് അവസാനിപ്പിച്ച് തലയൂരി പോകാൻ പുള്ളിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ അതിന് ഒപ്പിടത്തില്ല, ഇതിൽ വരുത്തില്ല, മീറ്റിങ്ങിൽ കൂടത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അയാൾ അവിടെ കിടന്ന് നിലവിളിക്കുക. ഈ ട്രൂത്ത് സോഷ്യലിനകത്ത് ഇങ്ങനെയൊക്കെ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും അയാൾ സത്യത്തിൽ ഒന്നുമില്ലാത്തൊരു ഡമ്പന. ഉള്ളിലെങ്ങും ഒന്നുമില്ല. ആകെപ്പാടുള്ളത് കുറേ അഴുക്കും വിദ്വേഷവും ഇസ്രയേലിനോടുള്ള അടിമത്തവും മാത്രമേ ഉള്ളൂ. ഒരു ബഫൂൺ ടേൺഡ് പ്രസിഡൻ്റായിപ്പോയി അമേരിക്കയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ നാടിനെ ഓർത്തെങ്കിലും അയാൾക്കൊരു 10 പൈസയുടെ വില കൊടുക്കണം. നിങ്ങളൊരു ആക്രി വിലയ്ക്ക് പോലും പുള്ളിയെ പരിഗണിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. പുള്ളി നിങ്ങളെ കൊല്ലുമെന്ന് പറയുന്നു, ബോംബിടുമെന്ന് പറയുന്നു, പാലം ആക്രമിക്കുമെന്ന് പറയുന്നു, നിങ്ങളെ തകർക്കുമെന്ന് പറയുന്നു, നിങ്ങളെ ഉന്മൂലനം ചെയ്യുമെന്ന് പറയുന്നു. എന്നിട്ടൊന്നും നിങ്ങൾ പേടിക്കുന്നില്ലല്ലോ. നിങ്ങളിങ്ങനെ പേടിക്കാതെ ചിരിച്ചുകൊണ്ടിരുന്നാൽ പുള്ളി ഇനി എന്തു ചെയ്യും? നിങ്ങൾക്കിപ്പോൾ പുള്ളിയുടെ പയറും വള്ളിയും പിടികിട്ടി. അതുകൊണ്ട് പുള്ളിയെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് തിരിച്ചറിഞ്ഞ് പുള്ളിയില്ല മഴവെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന ഒരു കടലാസ് വള്ളം പോലും ഇങ്ങനെ മൂളിക്കൂടെ അങ്ങ് പോകത്തേ ഉള്ളൂ, അല്ലാതെ ഒരു കുന്തവും ചെയ്യത്തില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ അപമാനിക്കാൻ പാടുണ്ടോ? ആന മെലിഞ്ഞാൽ തൊഴുത്തി കെട്ടാനൊക്കുവോ? പുള്ളി ഏതാണ്ടൊക്കെ ചെയ്ത് ഇവിടുന്ന് പിടിച്ചോണ്ട് പോകാൻ വന്നതല്ലേ. അപ്പം നിങ്ങളൊരു മര്യാദ കാണിക്കുക. അയാളെ ഒരു പുല്ല് വില കൽപ്പിക്കാത്ത ഒരു സ്ഥിതിവിശേഷം നിങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങളുടെ തലയിലുള്ള ഒരു മുടിയുടെ വിലയെങ്കിലും പുള്ളിക്ക് കൊടുക്കുക. അപ്പോൾ അത്രയും പോലും നിങ്ങൾ വില കൊടുക്കുന്നില്ലല്ലോ. പുള്ളി എല്ലാ ദിവസവും എഴുതുക പാലം, പവർ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എഴുതുമ്പം വൈറ്റ് ഹൗസിലുള്ളവർ പുള്ളിക്ക് അപ്പുറത്തെ കടയിലെങ്ങാണ്ട് പോയി ഒരു പാലത്തിൻ്റെ പടം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. പുള്ളി അത് തകർക്കും. പിന്നെ അപ്പുറത്ത് പോയി പുള്ളിക്കൊരു പവർ പ്ലാന്റിൻ്റെ ടോയ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അത് പുള്ളി തകർക്കും. അതൊക്കെ തകർക്കുന്നതല്ലാതെ പുള്ളിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി കുറച്ച് കപ്പലിനെ ഇങ്ങോട്ട് വിടും, പിന്നെ ആ കപ്പലും കൊണ്ട് അങ്ങോട്ട് പോകും. അടച്ചാൽ പിടിക്കും, പിടിച്ചാൽ അടയ്ക്കുമെന്ന് പറയും. എന്നിട്ട് അടച്ചേച്ച് പിടിക്കും, പിടിച്ചേച്ച് വിടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു മര്യാദയ്ക്കൊരു വില കാണിക്കണം. അങ്ങേരെ നിങ്ങളെ വരട്ടി എല്ലാ പട്ടാളക്കാരെയും കൂടെ ഇങ്ങോട്ട് ഇറക്കുമെന്ന് പറഞ്ഞു. അന്നേരം നിങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ബാ എല്ലാവരും വാ, വെൽക്കം, എല്ലാവരെയും ക്ഷണിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാത്രി ഇതെല്ലാം കൂടെ ബോംബിട്ട് തകർക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്നാൽ തകർത്തേച്ച് പോകാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലെ മക്കളെയൊക്കെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവർ കരഞ്ഞില്ലെങ്കിൽ നമ്മൾ വിടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ കരയാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കും തോറും പുള്ളിയുടെ നിയന്ത്രണം വിടുക. പുള്ളിക്ക് പല രാജ്യത്തേക്കും പോയി പല ഡംബും അടിക്കണമെന്നുണ്ട്. പുള്ളിക്ക് ചൈനയിൽ പോയി സന്ദർശനം നടത്തണമെന്നുണ്ട്, പല രാജ്യത്തും പോകണമെന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊന്ന് പിടിവിട്ടിട്ട് പോകണ്ടേ? നിങ്ങളൊന്ന് പേരിനെങ്കിലും എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആകെപ്പാട് പുള്ളിക്കുള്ള ഒരു ആശ്വാസം ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. പുള്ളിയെ വിളിച്ച് ഇവിടെ എല്ലാവരും അങ്ങയെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ലവ് യു എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമേ ഉള്ളൂ. അമേരിക്കയിൽ നിന്ന് പോലും അങ്ങനൊരു സന്തോഷം കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് ദയവായിട്ട് അരാക്ചിയോട് പറയുക, നിങ്ങൾ ഒന്ന് എന്തെങ്കിലും ഒന്ന് സമ്മതിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വേറൊന്നും വേണ്ട. പിന്നെ എന്താ പറയുന്നത്, പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് എഴുതി ഒരു വെള്ള പേപ്പറിനകത്ത് ഒപ്പിട്ട് പുള്ളിക്ക് കൊടുക്കുക. എന്നിട്ട് യുറേനിയം സമ്പുഷ്ടീകരിച്ചതാണെന്നും പറഞ്ഞ് വല്ല പുളിയരിപ്പൊടിയോ പിണ്ണാക്കോ വല്ലതും കടയിലുണ്ടെങ്കിൽ 2 കിലോ വീതം വാങ്ങിച്ച് പുള്ളിക്ക് കൊടുക്കുക. അതുകൊണ്ട് പുള്ളി അങ്ങ് പൊയ്ക്കോളും. പുള്ളിക്കിപ്പോൾ നിർബന്ധമില്ല, ഇത് നിർത്താൻ നിൽക്കുക പുള്ളി. അതുകൊണ്ട് ദയവായിട്ട് ഒന്ന് പരിഗണിക്കണം പുള്ളിയുടെ കാര്യം. കഷ്ടമാണ്, വലിയ കഷ്ടമാണ്.